സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വിലവർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 13 സബ്സിഡി സാധനങ്ങളുടെ വിലയാണ് വർദ്ധിക്കുക. ഇനി പരമാവധി 35% വരെ മാത്രമേ സബ്സിഡി ലഭിക്കൂ. നേരത്തെ ഇത് 55%-ഓളമായിരുന്നു. വിലവർധന ജനങ്ങളെ കാര്യമായി ബാധിക്കില്ലെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. 3 മാസം കൂടുമ്പോൾ വിപണി വില പരിശോധിച്ച് വില പുനർനിർണയിക്കും. ഭാരതരിയേക്കാൾ 1 പൈസയെങ്കിലും കുറച്ചാകും സപ്ലൈകോയിൽ അരി നൽകുകയെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ വിലയിൽ നിന്ന് 30% വില കുറച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അത് എന്തായാലും ജനങ്ങൾക്ക് ഭാരം കൂടുതൽ കയറ്റണമെന്നല്ലല്ലോ ഗവൺമെന്റ് കാണുന്നത്. നിലവിലുള്ള മാർക്കറ്റ് വിലയിൽ നിന്ന് 30% കുറച്ച് കൊടുക്കണമെന്നാണ് തീരുമാനം. ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് അങ്ങനെ ഒരു സാഹചര്യം, ഒരു അത്യപൂർവമായ സാഹചര്യം ഉണ്ടായാൽ എന്ത് വേണമെന്ന് ഗവൺമെന്റുമായി ആലോചിച്ച് സപ്ലൈകോ വ്യക്തമായ തീരുമാനമാണ്. ഇത് മാറ്റങ്ങൾ വരുത്തുന്നത് ഗവൺമെന്റും സപ്ലൈകോയും മാനേജ്മെന്റുമായിട്ട് ആലോചിച്ച് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ കുടിശ്ശിക നൽകുക എന്ന കടുംപിടുത്തത്തിലേക്ക് ഭക്ഷ്യവകുപ്പ് എത്തിയത്. വിഷയം സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന്, വിനീത VG കൊച്ചിയിൽ നിന്ന്, സമീർ C മുഹമ്മദ് കോഴിക്കോട് നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം VA ഗിരീഷിലേക്ക്. ഗിരീഷ്, എന്താണ് ഭക്ഷ്യമന്ത്രി പറയുന്നത്? ഈ 55%-ഓളമുള്ള സബ്സിഡി 35%-ആയി കുറയുമ്പോഴും വിപണിയിലെ വിലക്കയറ്റം ഇവിടെ ബാധിക്കില്ല എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ്? വേണു, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 2016-ൽ സപ്ലൈകോ 13 ഇനം സാധനങ്ങൾക്ക് ഇനി വില വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നു. സ്വാഭാവികമായും ഇതിനുശേഷം 2024 ആകുന്നു. ഇത്രയും നാളിനിടയിൽ സപ്ലൈകോയിൽ വില വർധന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ വിപണിയിലാകട്ടെ പല മടങ്ങ് ഈ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്തു. സ്വാഭാവികമായും വിപണിയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങുന്നു, അത് പഴയ സബ്സിഡി നിരക്കിൽ നൽകുന്നു. ഇതിലൂടെ സപ്ലൈകോയ്ക്ക് കനത്ത നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ് സപ്ലൈകോ മുന്നോട്ട് വെച്ച അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. ഇതിന് ആനുപാതികമായി സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായമൊട്ട് ഇപ്പോൾ ലഭിക്കുന്നതുമില്ല. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക 800 കോടിയായി ഉയർന്നു കഴിഞ്ഞു. വിതരണക്കാരാകട്ടെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ടെൻഡറിലൊന്നും പങ്കെടുക്കാതെ അവർ ബഹിഷ്കരിക്കുകയുമാണ്. ഇത്തരത്തിലുള്ള ഒരു അത്യപൂർവമായ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ കയ്യിൽ ഈ സപ്ലൈകോയെ സഹായിക്കാൻ അധികമായി പണമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വില വർധന നടപ്പാക്കേണ്ടി വന്നത് എന്നുള്ളതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സപ്ലൈകോ ഈ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ ആസൂത്രണ ബോർഡ് അംഗത്തിൻ്റെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു ഇതേക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. ഈ സമിതിയുടെ കൂടി നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തത്. പക്ഷേ സമിതിയുടെ നിർദ്ദേശം ഈ 35% സബ്സിഡി പോലും നൽകേണ്ടതില്ല, സബ്സിഡി ഇനിയും കുറയ്ക്കണം, എന്നാൽ മാത്രമേ സപ്ലൈകോയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. സപ്ലൈകോ വിപണി ഇടപെടൽ നടത്തിക്കൊണ്ട് പൊതുമാർക്കറ്റിലെ വിലവർദ്ധനവ് ഇല്ലാതാക്കുന്നതിന് സപ്ലൈകോ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതായിരുന്നു ഈ സമിതിയുടെ വാദം. പക്ഷേ ഇത് പിന്നീട് സർക്കാർ ഇത് നിരാകരിക്കുന്നു. 35% സബ്സിഡി തന്നെ ജനങ്ങൾക്ക് നൽകണം എന്ന ഒരു നിർദ്ദേശത്തിലേക്ക് മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും നടന്ന ചർച്ചയിൽ തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇതനുസരിച്ച് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം ഈ കാര്യത്തിൽ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിലേക്ക് എത്തുന്നു. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ കഴിഞ്ഞ 7.5 വർഷം നിലനിന്നിരുന്ന സമ്പ്രദായത്തിൽ നിന്ന് സപ്ലൈകോ മാറുന്നു എന്നുള്ളതാണ്. കാരണം ഈ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില കഴിഞ്ഞ 7.5 വർഷമായി മാറിയിട്ടില്ലെങ്കിൽ, കൂടിയിട്ടില്ലെങ്കിൽ ഇനി മുതൽ ഇതിന് ഒരു സ്ഥിരം വില ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മാർക്കറ്റിലെ വില അനുസരിച്ച്, പൊതുവിപണിയിലെ വില അനുസരിച്ച് ഇനി സപ്ലൈകോയിലെ ഈ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ വ്യത്യാസം വരും. സ്വാഭാവികമായും മാർക്കറ്റിൽ വില വർധനവ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, വില കുറവ് ഒരിക്കലും മാർക്കറ്റിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സപ്ലൈകോയിലെ ഈ 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് ഇനി വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. 3 മാസത്തിലൊരിക്കൽ സർക്കാർ ഇത് പരിശോധിച്ചതിന് ശേഷം പുതിയ വില നിശ്ചയിക്കുകയും ചെയ്യും. വേണു, ശരി. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ നിന്ന് വിനീതയും സമീർ C മുഹമ്മദും കൂടി ചേരുന്നുണ്ട്. വിനീത, ഈ കൊച്ചിയിലെ ഔട്ട്ലെറ്റിൽ ഈ സബ്സിഡി സാധനങ്ങൾ നിലവിലുണ്ടോ? എന്താണ് അവിടെ വരുന്നവർ പറയുന്നത്? വേണു, നമ്മളിപ്പോൾ നിൽക്കുന്നത് MG റോഡിന് സമീപമുള്ള ഒരു സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് ആണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞപ്പോൾ തന്നെ രാവിലെ അവരുടെ ഇത് സപ്ലൈകോ തുറന്നിട്ടേ ഉള്ളൂ. സാധനങ്ങളൊക്കെ അവരെടുത്ത് വയ്ക്കുന്നതിന്റെയും ഒക്കെ ഉള്ളൊരു ഇതാണ് കാണുന്നത്, തിരക്കാണ് കാണുന്നത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് അവരുടെ നടക്കുന്നത്. മറ്റ് സാധനം വാങ്ങാനുള്ള ആളുകളൊന്നും ഇനിയും ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതാണ് നമുക്ക് നിലവിൽ കാണുന്ന
ദൃശ്യം. നിലവിൽ ഈ പറയുന്നത് പോലുള്ള ചില സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റു സാധനങ്ങൾ അവർ വയ്ക്കുന്നുണ്ട്. ചേച്ചി, കൂടുതൽ സാധനങ്ങൾ വന്നിട്ടുണ്ടോ സ്റ്റോക്കിൽ? നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ? നമുക്ക് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. തുവരയുണ്ട്, ഉഴുന്നുണ്ട്, മുളകുണ്ട്, മല്ലിയുണ്ട്, പിന്നെ വൻകടലയുണ്ട്, ചെറുപയറുണ്ട്, ഇതൊക്കെയുണ്ട്. സബ്സിഡിയിലുള്ള സാധനങ്ങളെല്ലാം ശരിയാണ്. എല്ലാ സാധനങ്ങളും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാം ഇല്ല നമുക്ക്. ഇല്ലാത്ത സാധനങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് മെയിനായിട്ട് പഞ്ചസാര. വരുന്ന ആളുകൾ എങ്ങനെയാണ്? അവർക്ക് ഈ പഞ്ചസാര ചോദിച്ചു വരണത് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത കൊടുക്കാൻ പറ്റാം. അപ്പൊ അവരുടെ ചീത്തൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. വേറെ കാര്യം. പിന്നെ അരി നമുക്ക് സബ്സിഡി അരി ഇല്ല. 2000 തീർന്നു. ഇപ്പം ഇല്ല നമുക്ക്. ഇപ്പം വിലയും കൂടിയിട്ടുണ്ടല്ലോ. ഇന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ്. ആളുകളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? അവർ ഈ വരുന്ന ഭയങ്കര രോഷമാണ് ആൾക്കാർ. നമ്മളെ തന്നെ ചീത്ത പറയുകയും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വരുന്ന ആളുകൾക്ക് നിലവിൽ ഈ സബ്സിഡിയിലുള്ള സാധനങ്ങൾ കിട്ടാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിൽ ഈ വില കയറ്റവും കൂടി വന്നപ്പോൾ അത് അവരെ വലിയ രീതിയിൽ തന്നെയാണല്ലോ ബാധിക്കുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നിലവിലുള്ള സ്റ്റോക്കിൽ നമുക്ക് ഇനി ഏതൊക്കെ സാധനങ്ങളാണുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പൊ കൊടുക്കാനുള്ളതാണോ? ഉഴുന്നുണ്ട്, ചെറുപയറുണ്ട്, തുവരയുണ്ട്, കടലയുണ്ട്. നിശ്ചിത സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു. കുറച്ച് വരണുള്ളൂ ഇപ്പൊ. ശരി, വിനിത വിജിയാണ് കൊച്ചിയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അവിടെ ഇപ്പോഴും ആ ജീവനക്കാരി പറയുന്നത് സബ്സിഡി സാധനങ്ങളെല്ലാം ഇല്ല. അതിന്റെ ഭാഗമായി നാട്ടുകാർ വന്ന് ഇതില്ല എന്നറിയുമ്പോൾ ജീവനക്കാരോട് അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നു എന്നാണ്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്.